പ്രിയപ്പെട്ട വയലും വീടും ശ്രോതാക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ പലതരം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നതാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക ഭൗമ കാലാവസ്ഥാ വ്യവസ്ഥയിലെയോ ഭൂമിയിലെ ആകെയോ ജീവജാലങ്ങളുടെ വൈവിധ്യവും ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നുണ്ട്. സർവ്വജീവജാലങ്ങളും അടങ്ങിയതാണ് ജൈവ വൈവിധ്യം. എല്ലാ ജീവജാലങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടുതൽ ജൈവ വൈവിധ്യമുണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥ കൂടുതൽ ആരോഗ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. കാലാവസ്ഥയുടെ ഭാഗവും കൂടിയാണിത്. ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റം വംശനാശത്തിനും ജൈവ വൈവിധ്യത്തിന്റെ ശോഷണത്തിനും കാരണമാകുന്നുണ്ട്. കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് നടത്തിയ ജൈവ വൈവിധ്യ ദേശീയ സെമിനാറിൽ ജൈവ വൈവിധ്യ സംരക്ഷണം തന്ത്രങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വെസ്റ്റേൺ ഘട്ട് സെന്റർ അസിസ്റ്റന്റ് സുവോളജിസ്റ്റ് ശ്രീജിത്ത് എസ് കുമാർ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ കേൾക്കാം. ഇനി നമ്മുടെ കോഴിക്കോടിന്റെ ഒരു ഇത് നോക്കൂ. ഈ കോഴിക്കോടിൽ എന്തൊക്കെയുണ്ട്? കടലുണ്ടിപ്പുഴ, കല്ലായിപ്പുഴ, ചാലിയാർ പുഴ, ഇതെല്ലാം ഇത്രയധികം പുഴകൾ നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള പെരുവണ്ണാമൂഴി, കക്കയം, ഇതെല്ലാം മലനാട്ടിൽ നിന്നാണ്. ഇനി നമ്മുടെ മലനാടെന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണല്ലോ. നിങ്ങളെല്ലാവരും പശ്ചിമഘട്ടം കണ്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ കാണുന്ന എല്ലാം പശ്ചിമഘട്ടം തന്നെയാണ് അല്ലേ? പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. പക്ഷെ കേരളത്തിന്റെ പശ്ചിമ ഭാഗത്താണോ വെസ്റ്റേൺ ഗാർഡ്സ്? ഇല്ല. നമ്മൾ പടിഞ്ഞാട്ട് പോയാൽ എവിടെ എത്തും? അറബിക്കടലിലെത്തും. നമ്മുടെ കിഴക്കൻ മലനിരകളാണ് എന്ത്? ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പശ്ചിമഘട്ടം അതാണ് നമ്മുടെ ഹൈലാൻഡ്സ്. അപ്പൊ അതിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷമാണ്. അതിന് 70% ഓൾറെഡി നമ്മൾ ഡാമേജ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഒരു 30% ഇപ്പോൾ ഉള്ള ഈ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ, അതായത് ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെതായാലും ഇപ്പോൾ NSS ആയാലും ഈ പരിപാടിയുടെ എല്ലാം പ്രവർത്തനം എന്ന് വെച്ചാൽ ആ ബാക്കിയുള്ള ആ 30% സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. താമരശ്ശേരി ചുരം അല്ലേ, പോയിട്ടില്ലേ വയനാട്ടിൽ? താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ്. ആ ചുരം കഴിഞ്ഞ് മേലെ എത്തുമ്പോൾ മാത്രമേ വയനാട് തുടങ്ങുന്നുള്ളൂ. ആ മൊത്തം ചുരം മുഴുവൻ എന്താണ്? കോഴിക്കോടാണ്. അപ്പോൾ അത് ഹൈലാൻഡ്സ് അല്ലേ? ആ ഹൈലാൻഡ്സ് മുഴുവൻ വെട്ടിയിട്ടല്ലേ അങ്ങനെ ഒരു ചുരം ഉണ്ടാക്കിയത്? അപ്പം അങ്ങനെയുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ ഹൈലാൻഡ്സിൽ നടക്കുന്നുണ്ട്. മനുഷ്യ കേന്ദ്രീകൃതമാണ് നമ്മുടെ സമൂഹം മുഴുവൻ. അപ്പം മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും എപ്പെക്സിൽ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ജൈവ വൈവിധ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിറങ്ങി നടക്കുന്നത്? അത് നമ്മളെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ്. അപ്പുറത്തുള്ള മറ്റേ പട്ടിക്കോ പൂച്ചയ്ക്കോ ആണ് ബാധിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുമോ? ഇല്ല. എല്ലാം നമ്മളെ ഒടുവിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അവസാനം നമ്മളെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാവുമ്പോൾ മാത്രമേ ഇത് നമ്മളിലേക്ക് എത്തുള്ളൂ. അതുപോലെ ഈ ടെസ്റ്റിംഗ് എല്ലാം നമുക്ക് മരുന്ന് വേണ്ടേ? നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മനുഷ്യനിൽ എന്താ പറയുക ടെസ്റ്റ് ചെയ്യാനുള്ള നിയമ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അതും ചെയ്തേനെ. അതുകൊണ്ടാണ് ജീവികൾ. പക്ഷെ അപ്പോഴും നമ്മൾ എന്ന് പറയുന്നത് വെച്ചാൽ വികസനം തീർച്ചയായിട്ടും വേണം. ഒരിക്കലും വികസന വിരോധിയല്ല. പക്ഷേ സുസ്ഥിരമായ വികസനം, സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് ഒരുപാട് ഡാമേജ് ചെയ്യാതെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ മലനാട്ടിലാണ് എന്താ പറയുക, നമ്മുടെ അടുത്തുള്ള പെരുവണ്ണാമൂഴി ഡാം, കക്കയം റിസർവോയർ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ ഡാമിൻ്റെയും റിസർവോയറിൻ്റെ ഒക്കെ നമ്മുടെ നാട്ടിലേക്കുള്ള ശുദ്ധജലം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടുന്നാണ് വരുന്നത്. അപ്പോൾ ഇതും കൂടി നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ശുദ്ധജലത്തിന് പോകും? ഇപ്പോൾ ഞാൻ ഇടനാട്ടിലാണ്, ഞാൻ തീരപ്രദേശത്താണ്. മലനാട് എന്തായാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെയാണോ? അല്ല. അവിടെയുള്ള എല്ലാം എന്താ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അങ്ങ് ദൂരെയുള്ള ഒരു ബട്ടർഫ്ലൈനെ ചെറുകടിക്കുന്ന ആ എഫക്റ്റ് എത്രയോ മൈലുകൾക്ക് ഇപ്പുറം പോലും നമുക്കത് ഫീൽ ചെയ്യും പിന്നീട്. അപ്പോൾ ചെറിയൊരു മാറ്റം ഒരു സ്ഥലത്ത് നിന്ന് കാലക്രമേണ അത് നമ്മളിലേക്കും എത്തും. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ മലനാടിൻ്റെ പ്രത്യേകത, നമ്മുടെ നദികളെല്ലാം ഉദ്ഭവിക്കുന്ന സ്ഥലം അതാണ്. പക്ഷേ നമ്മളെല്ലാവരും അവിടെ ചെല്ലുന്നു, മലിനമാക്കുന്നു. നമ്മുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണത്. അത് നമ്മൾ മനസ്സിലാക്കുക. മലനാടാണ്
ഭൂമിപരമായി ഏറ്റവും കൂടുതൽ 50 മുതൽ 52% നമ്മുടെ കേരളം മലനാടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഇടനാട്ടിലാണ്. ഇനി ഇടനാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇടനാട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിലേക്ക് വരിക? ഇടനാട് എന്ന് പറഞ്ഞാൽ എന്താ വരിക മനസ്സിലേക്ക്? മലയുടെയും തീരപ്രദേശത്തിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണല്ലോ ഇടനാട് വരുന്നത്. പക്ഷേ ഇടനാട് അങ്ങനെയല്ല. ഇടനാട് ഈ വടക്കോട്ട് പോകും തോറും എന്താണ്? തീരപ്രദേശത്തിനോട് വളരെ ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ധാരണ ഇത് കേരള സംസ്ഥാനം മുഴുവൻ തീരദേശത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു നാട് മാത്രമല്ല ഇടനാട്. പലപ്പോഴും തീരദേശത്തിന് വളരെ അടുത്ത് ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയുടെ ആ ഒരു പ്രദേശം മുഴുവൻ ആ മണ്ണൊക്കെ വളരെ വ്യത്യാസമാണ്. കോഴിക്കോട്, അതായത് കോഴിക്കോട് ബീച്ചൊക്കെയുള്ള സ്ഥലം, അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴും മണ്ണ് എന്താണ്? ഇടനാടിൻ്റെ മണ്ണായി മാറുകയാണ്. അല്ലാതെ ആ മണ്ണിനോ ഇതിനൊന്നും ആ തീരപ്രദേശത്തിൻ്റെ യാതൊരു ലാഞ്ചനങ്ങളും ഇല്ല. അപ്പോൾ തന്നെ എന്താ പ്ലാറ്റ്യൂസ് തുടങ്ങുകയായി. ഇടനാടെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ വളരെ വടക്കുനിന്ന് തെക്കിലേക്ക് പോകുന്തോറും ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഭൂപ്രകൃതി കൂടിയാണ്. പോരാത്തതിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ത്? ഇടനാട്. ഇടനാടിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ ഇവിടെ എന്താണ്? കോഴിക്കോട് ജില്ലയുടെ പ്രത്യേകത, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. തൃശ്ശൂരൊന്നും ഇങ്ങനെ ഒരു ഭൂപ്രദേശമല്ല. പോകുന്ന സമയത്ത് ഒരുവിധം എല്ലാം ഒരു പരന്ന്, കോഴിക്കോട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കയറ്റം, പിന്നെ ഒരു ഇറക്കം, അല്ലേ? പല സ്ഥലത്തിൻ്റെ പേരും താഴം അല്ലെങ്കിൽ കുന്ന് എന്ന് വെച്ചാൽ ഒരു കുന്നുണ്ട്, പിന്നെ ഒരു താഴമുണ്ട്, പിന്നെ ഒരു കുന്നുണ്ട്, ഒരു താഴമുണ്ട്. ഇങ്ങനെയാണ് പേരുകൾ തന്നെ. നിങ്ങൾക്കൊന്നും അത്ര കൗതുകം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഇതെന്താണ്? നാട്ടിൽ മുഴുവൻ പല സ്ഥലത്തിൻ്റെയും പേര് താഴം വെച്ചാണ് പലതും അവസാനിക്കുന്നത്. ഭൂപ്രകൃതി മുഴുവൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു കുന്നുണ്ട്, ഒരു താഴമുണ്ട്. അപ്പോൾ ഈ താഴത്തിന് മുഴുവൻ താഴം പലതരം താഴങ്ങൾ. ഇനി ഇത് മുഴുവൻ എന്താണ്? ചെങ്കല്ലാണ്, ലാറ്ററൈറ്റ് ആണ്. അപ്പോൾ അത്രയും എന്താ പറയുക, റിച്ച് ആണ് ഇവിടുത്തെ റോഡ് പണി. ഞാൻ ഈ വരുന്ന വഴിക്ക് റോഡിൽ തന്നെ കണ്ടു, ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, ആ ഭാഗം ഇങ്ങനെ തുറന്നു നിൽക്കുകയാണ്. അല്ല, ഇവിടെ ഇങ്ങനെ മലകൾ തുറന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ കാണില്ലേ? ഇല്ലേ, കാണുന്നില്ല? ഇപ്പോൾ റോഡ് വികസനത്തിനൊക്കെ നിങ്ങൾ മല തുറക്കുന്ന സമയത്ത് നമുക്ക് കുന്നുകളുണ്ട് മിഡ്ലാൻഡിൽ. ആ കുന്നുകൾ തുറക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പാറ്റേൺ ആണുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും ഒരു വാട്ടർ പ്യൂരിഫയർ പോലെയാണ്. അതായത് മേലെ വീഴുന്ന വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇതിനകത്തേക്ക് ഈ കല്ലുകൾ, ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് നിറയെ പോറസ് ആയിട്ടുള്ള നല്ല സുഷിരങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ പല ഇതിലൂടെ പോയി തിരിച്ച് അടിയിലെത്തുന്ന സമയത്ത്, അതായത് ഈ ചൈന ക്ലേന്റെ മേലെ എത്തുന്ന സമയത്ത് ജലം അത്രയും ശുദ്ധീകരിച്ചിട്ടാണ് ഇത് താഴെ എത്തുന്നത്. അതാണ് ആ ലാറ്ററൈറ്റ് ഭൂമിയുടെ പ്രത്യേകത. ജൈവ വൈവിധ്യ സംരക്ഷണം, തന്ത്രങ്ങളും വെല്ലുവിളികളും ഈ വിഷയത്തെ അധികരിച്ച് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വെസ്റ്റേൺ ഘട്ട് സെന്റർ അസിസ്റ്റന്റ് സുവോളജിസ്റ്റ് ശ്രീജിത്ത് എസ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഈ ഗാനം. കൈതോല പായ വിരിച്ചേ പായേല് പറന്നെല്ല് അളന്ന് കാതുകുത്താനെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നോ. കൈതോല പായ വിരിച്ചേ പായേല് പറന്നെല്ല് അളന്ന് കാതുകുത്താനെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്ന്. കാതുകുത്താനെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നു. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടാടിട്ടെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നോ. ആടാടിട്ടിപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നോ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടാടിട്ടെപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നോ. ആടാടിട്ടിപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നോ.
കാരമുള്ളോണ്ട് കാതു കുത്തണ നേരം നോവുമ്പോൾ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കാതുരുമ്മി കാരമുള്ളോണ്ട് കാതു കുത്തണ നേരം നോവുമ്പോൾ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ചേ പായേലോ പറനെല്ല് അളന്ന് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. തുടർന്ന് ജൈവ വൈവിധ്യ സുസ്ഥിരതയ്ക്കായി സാമൂഹ്യ ശാക്തീകരണം എന്ന വിഷയത്തിൽ കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപിക ഡോക്ടർ വി റജുല സംസാരിക്കുന്നു. കോവിഡിനെ അതിജീവിച്ച, പ്രളയത്തെ അതിജീവിച്ച ഒരുപാട് ആൾക്കാരിൽ പെട്ട കുറച്ച് ആൾക്കാരാണ് നമ്മളും. ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചു പോന്ന ഒരുപാട് പ്രയാസങ്ങളെ, ആശങ്കകളെ, ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുമ്പോഴും ഭയം മാത്രം ഉള്ളിൽ തുളുമ്പ് നിന്ന രാപ്പകലുകളെയെല്ലാം നമ്മൾ എത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയിട്ടില്ല. സുകുമാരൻ ചാലിഗദ്ധ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ഇലക്കണ്ണാടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ 3-4 വരികളുണ്ട്. ഒടിച്ചിട്ട മരക്കൊമ്പുകൾ അവസാന ശ്വാസത്തിൽ മുള പൊട്ടുന്നു. ഒടിച്ചിട്ട മരക്കൊമ്പുകൾ അവസാന ശ്വാസത്തിൽ മുള പൊട്ടുന്നു. മൺവണ്ടുകളും ചിതലുകളും കഥകൾ പെറുക്കുന്നുണ്ട്, കഥകൾ വറുക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കഥയുമില്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ്. ഞാൻ പോയി നടന്ന് കണ്ട ആളുകളുടെ ജീവിതം എൻ്റെ ചിന്തകളിലും എൻ്റെ കാഴ്ചപ്പാടുകളിലും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ വി പീപ്പിൾ ആർ ആക്ച്വലി ദ ഡീട്രൈബലൈസ്ഡ്. ട്രൈബൽ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒട്ടും വികസനമില്ലാത്ത, സാംസ്കാരികമായി യാതൊരു മെച്ചവും ഇല്ലാത്ത, ഒന്നും അറിയാത്ത മണുങ്ങൂസുകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ. നമുക്കവരെ എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പൊതുവെയുള്ള ചിന്ത. യഥാർത്ഥത്തിൽ ആളുകൾ ഇഷ്ടംപോലെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഡീട്രൈബലൈസ് ചെയ്യപ്പെട്ട ആൾക്കാർ നമ്മളാണ്. ഞാൻ നെഗറ്റീവായിട്ട് ആണ് ഈ കാര്യം പറഞ്ഞത്. ട്രൈബലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ നന്മകളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ട്രൈബൽ നോളജാണ്. അവരുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അവർക്കുള്ള അറിവുകൾ. സത്യം പറഞ്ഞാൽ നമുക്കറിയാവുന്ന ചെടികൾ എത്ര, അതിൻ്റെ പേരുകൾ എത്ര, അതിൻ്റെ ഉപയോഗങ്ങൾ എത്ര, ഇലകൾ എത്രയൊക്കെ നമുക്കറിയാം, എന്തിനൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഞാൻ നടന്നു കണ്ട ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കാട്ടിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് 10,000 ചെടികളെ പരിചയമുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടില്ല, നമ്മൾ നോക്കുന്നില്ല. ട്രൈബൽ നോളജ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്താകമാനം ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. നമ്മളെ ഇന്ത്യയിൽ തന്നെ 10-36 ട്രൈബ്സ് ഉണ്ട്. അവരുടെയൊക്കെ നോളജിനെ നമ്മളൊന്ന് പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ട ഒരുപാട് അറിവുകളാണ് നമ്മൾ അവിടെ കാത്തുവെക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വംശമറ്റു പോകുന്ന മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും സ്പീഷീസുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ലിംഗ്വിസ്റ്റിക് ജീനോസൈഡ്. ഒരു ഭാഷ അന്യം നിന്ന് പോവുക. കൾച്ചറൽ ജീനോസൈഡ്, ഒരു സംസ്കാരം അന്യം നിന്ന് പോവുക. അപ്പോൾ ഈ ട്രൈബ്സിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് ആണ് നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവർക്കും അവരുടേതായ തനതായ കലകളും തനതായ ഭാഷയും എല്ലാം ഉണ്ട്. ഒരു ഭാഷ നശിച്ചു പോകുന്ന സമയത്ത് നമുക്കറിയാം ആ ഭാഷയിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന അനന്തമായ അറിവുകളും കൂടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഭാഷയും സംസ്കാരവും ഏറ്റവും കൂടിക്കലർന്നിടപഴകുന്ന 2 സ്വത്വങ്ങളാണ്. അപ്പോൾ കല നശിക്കുമ്പോഴും സംസ്കാരം നശിക്കുമ്പോഴും ഭാഷ നശിക്കുമ്പോഴും മനുഷ്യൻ ഭയക്കണം. നമുക്കറിയാം, ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളും
ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം ലക്ഷ്യപ്പെടുന്നത് A+ ഉണ്ടാക്കുക എന്നുള്ളതിൽ മാത്രമാണ്. ജീവിതത്തിൽ നമുക്ക് A+ കിട്ടാൻ നമ്മളെ പരീക്ഷയ്ക്ക് അവസാനം നിങ്ങൾ കിട്ടിപ്പോകുന്ന പേപ്പറിലുള്ള A+ മാത്രം പോരാ. ജീവിക്കാൻ നമുക്കറിയണം. ആ പാഠങ്ങൾ നമുക്ക് ഒരുപാട് പറഞ്ഞു തരുന്ന ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഡിജിനസ് പീപ്പിൾ. അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവരാണ് അവർ. നമ്മൾ കാട്ടിൽ ഇപ്പോൾ കുറുവാദ്വീപ് പോലെയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ ടൂറിസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു മാവിൽ നിറയെ പച്ചമാങ്ങ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കയറി പറ്റുമെങ്കിൽ പറ്റാവുന്ന സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് മുഴുവൻ പച്ചമാങ്ങയെ അടിച്ചിട്ടോടിച്ച് നമ്മൾ എടുത്തങ്ങ് പോരും. നമ്മളെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നാളത്തേക്ക് എനിക്ക് എന്നുള്ള വിചാരത്തിൽ നമ്മൾ മുഴുവൻ സാധനത്തെ അടിച്ചു മാറ്റി ഇങ്ങനെ പ്രിസർവേജ് ചെയ്ത് വെക്കും. എത്ര കാലം നമ്മൾ ഉണ്ടാവും, എത്ര കാലം അത് ഉപയോഗിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷേ ആദിവാസികൾ ഒരിക്കലും പച്ചമാങ്ങകൾ മുഴുവനും പൊട്ടിച്ചിട്ട് നശിപ്പിക്കുന്നില്ല. അവർ മാങ്ങകൾ പഴുക്കുമ്പോൾ അവർ പറിക്കും. ഭക്ഷണത്തിന് ആവശ്യമുള്ള കിഴങ്ങുകൾ അവർ പറിച്ചെടുക്കും. തേനെടുക്കാൻ പോകുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊരു തേനീച്ചയെ കംപ്ലീറ്റ് അങ്ങ് നശിപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചുട്ടുകൊന്നിട്ട് നമ്മൾ തേനിൻ്റെ അടരുകൾ എടുത്തിട്ട് പോരും. അതേസമയം അവർ ചെയ്യുന്നത് വളരെ ഉയരങ്ങളിലുള്ള മരങ്ങളാണെങ്കിൽ പോലും അവർക്ക് താഴെ നിന്ന് നോക്കിയാൽ അറിയാം അതിൽ തേനുണ്ടോ ഇല്ലയോ എന്ന്. തേനുള്ള മരങ്ങളിൽ അവർ പ്രത്യേകിച്ച് ചില ഇലച്ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇലകളൊക്കെ കത്തിച്ച് ഇതിൻ്റെ ആവി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വായു കൊണ്ട് ചൂടുള്ള വായു വെച്ചിട്ട് ഈ ഈച്ചകളെയൊക്കെ അകറ്റി അതിനുശേഷം തേനടരുകൾ എടുത്ത് കരടി, ആന ഇവർക്കെല്ലാം ഭാഗം വെച്ചിട്ടാണ് അവർ തേനെടുത്ത് വരുന്നത്. എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് വേർഡ് അമംഗ് ദ ലൈഫ് ഓഫ് ദീസ് പീപ്പിൾ. വി ഹാവ് ടു നോ ദാറ്റ്. എനിക്ക് നട്ടലിനൊരു പ്രശ്നം വന്നിട്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വൈദ്യരുടെ അടുത്താണ്. അവരടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവർ ബാണാസുര സാഗർ അണക്കെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് ആളുകൾ ടൂറിസം വകുപ്പിൽ പോകുന്ന സ്ഥലമാണ്. അവിടെ ആയിരുന്നു ഈ പറഞ്ഞ കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ സങ്കേതം. അപ്പോൾ ഈ അണക്കെട്ടുണ്ടാക്കുന്ന സമയത്ത് ഇവരെ മുഴുവൻ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു. എന്നിട്ടാണ് അവർ വേറെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ഥലം വിറ്റ് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ എത്തിച്ചേരുന്ന വീടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആ വീട്ടിനുള്ളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ല മികച്ച AC, ഫാന് ഇതുപോലുള്ള ടെക്നോളജിക്കലി നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ് അല്ലേ? പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതാണോ? ഈ പറയുന്ന മനുഷ്യരെല്ലാം they are deeply rooted to their ancestral culture. അവരുടെ പൈതൃകം, അവരുടെ പിതാമഹന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള അറിവുകൾ, അവരുപയോഗിച്ച് അവരുടെ ചുറ്റുപാട്, ഈ ചുറ്റുപാടിനെ വിട്ടുപോരാൻ അവർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. പ്രളയം വന്ന സമയത്ത് ചിലപ്പം പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിലമ്പൂർ ചോലവനത്തിനുള്ളിൽ ജീവിക്കുന്ന ചോലനായ്ക്കർ മലയിടിഞ്ഞ് ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയ സമയത്ത് പട്ടാളക്കാരും പത്രപ്രവർത്തകരും മന്ത്രിമാരും എല്ലാവരും കിണഞ്ഞ് ശ്രമിച്ചിട്ടും അവരെ ഏറ്റവും സേഫായ ഒരിടത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ജീവൻ എടുക്കുന്നതിന് തുല്യമാണ്. അപ്പം സ്വന്തം ചുറ്റുപാടിനെ വിട്ടു പോരാൻ അവർ തയ്യാറായില്ല. അവസാനം അവർക്കുള്ള ഭക്ഷണ കിറ്റുകളും ഒക്കെ ആയിട്ട് വളരെ സാഹസികമായി നമ്മുടെ ആൾക്കാർ അവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് നമ്മൾ ഈ പറയുന്ന കൾച്ചർലെസ് ആണെന്ന് നമ്മൾ കരുതുന്ന ഈ ഇൻഡിജിനസ് പീപ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഒരു ലൈവ്ലിഹുഡ് എങ്ങനെയാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ? സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡാണ്. ഹണ്ടിങ്, ഗാദറിങ് ഓഫ് ഫുഡ് അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഇതിലൊന്നും നമ്മൾ ഒരു കാര്യവും നശിപ്പിച്ച് കളയുന്നില്ല. അതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഈ ഒരു പ്രിസർവേഷൻ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ എന്തൊക്കെ നശിപ്പിക്കുന്നു? ഉള്ളിലേക്കൊരു കണ്ണ്, പുറത്തേക്കൊരു കണ്ണ്, 2 കണ്ണുണ്ട് നമുക്ക്. എന്നാലും ഉള്ളിലേക്കൊരു കണ്ണ് നിരന്തരം വേണം തുറന്നു വെച്ചത്, പുറത്തേക്കൊരു കണ്ണ് നിരന്തരം വേണം തുറന്നു വെച്ചത്. ഉള്ളിലുള്ളതൊന്നും പോയി പോവാൻ പാടില്ല, പുറത്തുള്ളതൊന്നും നശിപ്പിക്കാനും പാടില്ല. ഈ ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള പ്രകൃതിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും കണ്ണു തുറന്നൊന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ഷോ ഇട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. ഒരു മഴക്കാടിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വലിയ കൂറ്റൻ മരങ്ങളുണ്ടാവും
അല്ലേ? മുത്തുമുത്തശ്ശന്മാരെ പോലെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന വലിയ മരങ്ങളുണ്ടാവും. താഴെ നോക്കിയാൽ ചെറിയ പുല്ലുകളൊന്നും അധികം കാണില്ല. ഇതിൻ്റെ വേരുകൾ, മരത്തിൻ്റെ വേരുകളൊക്കെ വലിയ പടർപ്പുകളായി അണക്കെട്ടുകൾ നിർമ്മിച്ചതുപോലെ ഇങ്ങനെ കാണാം. മണ്ണിനെ തടഞ്ഞു നിർത്താൻ, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിലനിർത്താൻ കൃത്യമായി ബോണ്ടിങ് ഒക്കെ വെച്ച് ഇങ്ങനെ പോവുകയാണ് അവർ. എന്ന് വെച്ചാൽ പ്രകൃതി അതിൻ്റേതായ രീതിയിൽ എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും കൊടുത്തുകൊണ്ട് നിലനിർത്തുന്ന ഈ ഒരു വനത്തിൻ്റെ ഇക്കോസിസ്റ്റം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയൊരു മരം ഒരുപാട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് കടപുഴകി വീഴും. ഈ വലിയ മരത്തിൻ്റെ ചില്ലകളും ശാഖകളും ഒക്കെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് താഴത്തേക്ക് സൂര്യപ്രകാശം അധികം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെയുള്ള മരങ്ങളിൽ ചെടികളൊന്നും അധികം വളർന്ന് വലുതാവില്ല. അപ്പോൾ ഒരു മരം മാത്രം മതിയോ? ഇനിയും മരങ്ങൾ ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഈ വലിയൊരു മരം കടപുഴകി വീഴുന്ന സമയത്ത് നമുക്ക് കാണാം അതിൻ്റെ താഴെയുള്ള വേറെയും കുറേ മരങ്ങൾ അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ മുറിഞ്ഞത് അങ്ങനെ അവിടെ കിടക്കും. പക്ഷേ സങ്കടപ്പെടേണ്ട കാര്യമില്ല, പുതിയ ഒരുപാട് വിത്തുകൾ ഇങ്ങനെ മുള പൊട്ടി വീണ്ടും വലിയ പ്രത്യാശകളായി ഇങ്ങനെ വളരും. കടപുഴകി വീണ മരം അതിൻ്റെ ധർമ്മം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. ചിതലുകൾ വന്ന് അതിനെ ഇങ്ങനെ തിന്ന് ഇങ്ങനെ ചിതൽപുറ്റാക്കി മാറ്റുമ്പോൾ, മയിലുകൾ വന്ന് അതിനെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി ചിന്തി നാനാഭാഗത്തും ആക്കുമ്പോൾ നമുക്കറിയാം എലികളും മുള്ളംപന്നികളും മയിലുകളും അവരുടേതായ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഈ ചെതൽപുറ്റായി തീർന്ന മരത്തെ മുഴുവനും ചിക്കി കാടിൻ്റെ എല്ലാ ഭാഗത്തും ആക്കുമ്പോൾ കൃത്യമായി അതിന് ഫെർട്ടിലൈസേഷൻ വരുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? 1 കിലോ 2 കിലോ 10 കിലോ രാസവളങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് മുഴുവൻ അങ്ങ് മെഴുകും. ചൂരൽമല പോലെ നമ്മളെ മുന്നിൽ ഇങ്ങനെ വലിയ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഭീഷണിയായി നിൽക്കുന്നു, അല്ലേ? അവിടെ കുറേ കാലം മുന്നേ ജീവിച്ച ഒരു വയസ്സായ ഒരാൾ പറഞ്ഞു ഇവിടെ എന്തോ അപകടം വരാൻ തുടങ്ങുന്നു. നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്തു? ഒരാളും മൈൻഡ് ചെയ്തില്ല. അപകടം നടന്നതിന് ശേഷം നമ്മൾ സെൻറ്റിമെൻ്റലായി കുറേ കഥകൾ കേട്ടു. കവിത എഴുതി വെച്ച് പോയ ഒരു കുട്ടിയുടെ കവിതയൊക്കെ നമ്മൾ വായിച്ചു, അല്ലേ? ഒരു പക്ഷി ഇങ്ങനെ പറയാണ് മല ഇടിഞ്ഞു വീഴും. നമ്മൾ അറിയുക പോലുമില്ല, വലിയൊരു മല ഇടിഞ്ഞ് ഭൂകമ്പം ഇങ്ങനെ വന്ന് നമ്മൾ മലവെള്ളപ്പാച്ചിലങ്ങ് ഒലിച്ചു പോകും, അല്ലാതെ നമ്മൾ അറിയില്ല. ചിലപ്പോൾ നമുക്ക് ഉണരാൻ സമയം കിട്ടില്ല. വലിയ മരങ്ങളുടെ വേരുകൾ പാറക്കെട്ടുകളിൽ മണ്ണിനെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും കാലം ആ മലകൾ ഇടിയാതെ വന്നത്. പക്ഷെ നമ്മൾ കണ്ടു, ബ്രിട്ടീഷുകാർ വന്ന കാലം മുതൽ തേക്ക്, മാഞ്ചിയം തുടങ്ങി ഒരുപാട് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏകവനങ്ങൾ, അല്ലേ? ഏതെങ്കിലും ഒരു മരത്തെ ഇങ്ങനെ ഒരുപാട് സൃഷ്ടിച്ച് നമ്മൾ കാടുണ്ടാക്കും. ജൈവ വൈവിധ്യം എന്ന വാക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു വനം എന്ന് പറഞ്ഞാൽ കുറേ തേക്കും തൈകൾ ഉണ്ടായിട്ടുള്ളത് അത് വനമാണോ? നമുക്ക് വേണേൽ കാണുമ്പോൾ വനം എന്നൊക്കെ പറയാം. റബ്ബർ തൈകൾ നട്ടുപിടിപ്പിച്ച വനങ്ങളൊക്കെ നമ്മളിപ്പം ചുറ്റിലും കാണുന്നില്ലേ? എന്താണ് ജൈവ വൈവിധ്യം കൊണ്ടുള്ള പ്രത്യേകത? ഒരേ തരം മരം മാത്രം വരുമ്പോൾ മണ്ണിന് നാച്ചുറലി ഉണ്ടായിട്ടുള്ള അതിൻ്റെ ജൈവികമായ ഒരു പ്രത്യേക ഘടനയുണ്ട്, അതിൻ്റെ താളം തെറ്റും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ആദിവാസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കാടിൻ്റെ, മണ്ണിൻ്റെ, ഭൂമിയുടെ താളമറിയാം, മണമറിയാം. നമ്മൾ തൊട്ടടുത്ത പ്രദേശമാണ്, അല്ലേ? ഇവിടെ അടുത്ത് ചെമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? അവിടെ ഒരിക്കൽ ആന ഇറങ്ങി വന്നു കാട്ടിൽ നിന്ന് ആന ഇറങ്ങി വന്നപ്പോൾ ആളുകളൊക്കെ ഭയങ്കര പരിഭ്രാന്തരായി തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. ഇതെങ്ങനെ തിരിച്ചു പോകുമെന്നറിയില്ല. നമുക്കറിയാം ആനത്താര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആനകൾ ഒരു പ്രത്യേക വഴിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. റോഡ് ക്രോസ് ചെയ്തു പോകുന്നതൊക്കെ നമ്മൾ അവരുടെ സഞ്ചാരവീഥികൾ അതിക്രമിച്ചെടുത്തതിന് പകരം വെട്ടിക്കൊണ്ട് അവർ നമ്മളെ ചിലപ്പം തട്ടിയിട്ടും വെട്ടിക്കൊന്നും ഒക്കെ പോവും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വഴിമുടക്കി നിൽക്കുന്ന ഒരാളെ നമ്മൾ തിരിച്ചില്ലേ? കുഞ്ചൻ നമ്പ്യാർ വരും, ആരെടാ മർക്കടാ, കേട്ടിട്ടില്ലേ കവിത നിങ്ങൾ? നമ്മുടെ മാർഗേ കിടക്കുന്ന ശരി, മാർഗേ ആര് കിടന്നാലും ചിലപ്പോൾ നമ്മൾ അയാളെ പൊടിയാക്കി വിടും. ആനയ്ക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ആനയുടെ മുമ്പിൽ പൊടി നമ്മളായി പോയി എന്നുള്ളതൊരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. അപ്പോൾ ഈ സ്ഥലത്ത് വന്ന ആനയെ എങ്ങനെ തിരിച്ചുവിടണമെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല. അപ്പോൾ കുറച്ച് ആളുകൾ പോയി വയനാട്ടിൽ പോയി ആദിവാസികളായ കുറച്ച് ആൾക്കാരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അവർ കാട്ടിലൂടെ ഇറങ്ങി നടന്ന് മണം പിടിച്ച് നടന്നു. ആനയുടെ മണം അവർക്കറിയാം. ആനയുടെ മണം പിടിച്ച് നടന്ന വഴിയിലുള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടുന്ന് മാറിപ്പോകണം, ആന ഇതിലേ തിരിച്ചു വരും. നമുക്കത് പറ്റുമോ? നമുക്ക് പറ്റുമോ? നമുക്ക് എല്ലാ മണവും പിടിക്കില്ല. ബിരിയാണീൻ്റെ മണം നമുക്കറിയാം, സ്ഥിരമായി ശീലമുള്ളത് കൊണ്ട്, അല്ലേ? എന്തെങ്കിലും കരിഞ്ഞതിൻ്റെ മണം അറിയാം. വയറ് കരിഞ്ഞാൽ പോലും നമുക്ക് മണം ചിലപ്പോൾ അറിയില്ല. പക്ഷേ ഇത്ര യുണീക്കായിട്ട് ഓരോ കാര്യത്തെയും, അതിൻ്റെ പാരസ്പര്യത്തെയും അതിൻ്റെ വൈരുദ്ധ്യത്തെയും എല്ലാം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റീസ് മനുഷ്യനുണ്ട് എന്നുള്ളതിൻ്റെ ബാക്കി വരുന്ന തെളിവാണ് ഈ ആദിവാസികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളും മനുഷ്യരാണ്. നമ്മൾ ഉപയോഗിക്കാത്ത എല്ലാ കഴിവുകളും നശിച്ചു പോകും.
അപ്പോൾ ഒരു പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണ്ടേ? നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഓരോ ചെടിയും ഇലയും എല്ലാം ഒന്ന് ജസ്റ്റ് പോയി കാണണം. ഒരു ടൂർ പോയ ഇഫക്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക്. ആദ്യമായിട്ടൊന്ന് അയ്യോ ഈ ചെടി ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ ഈ മാവ് ഇവിടെ പണ്ടേ ഉള്ളതാണോ? ചിലപ്പം പോയി ചോദിക്കും, അയ്യോ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഇതെപ്പോൾ വന്നു? നമ്മൾ കണ്ടില്ലല്ലോ, നമ്മൾ നോക്കണം അല്ലേ? നോട്ടവും തിരിഞ്ഞു നോട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളൊരു പ്രത്യേക ഇൻറ്റൻഷനോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പം നമ്മളത് ശ്രദ്ധിക്കും. നമ്മൾ ഓരോ പുല്ലിനെയും പൂവിനെയും ചെടിയെയും മരത്തെയും ഇലകളെയും ജീവികളെയും ഒക്കെ ഒന്ന് നോക്കണം. അവരെല്ലാവരും അവനവൻ്റെ ധർമ്മം അനുഷ്ഠിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മഴക്കാടിനകത്ത് വന്ന എക്സ്പീരിയൻസ് ഉള്ളതുപോലെ മനുഷ്യൻ്റെ സകലമാന കുലവും അങ്ങ് മുടിഞ്ഞു പോയാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. നമ്മളെ തിന്നുന്ന ഏതെങ്കിലും ജീവികളുണ്ടോ? ഉണ്ടല്ലേ, കടുവ കഴിഞ്ഞ ദിവസം തിന്നു രാധ ചേച്ചിയെ. പക്ഷെ നമ്മൾ ചിന്തിച്ചോ, നമ്മൾ കടുവയെ കണി വെക്കൂ. ഇന്നലെയും കണ്ടു പത്രത്തിൽ 2-3 കടുവകളുടെ അഴുകിയ ജഡം കണ്ടു. അതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലായില്ല. ഇന്നത്തെ പത്രത്തിൽ കണ്ടു വനത്തിൻ്റെ വിസ്തീർണം കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ ഓർഡർ. സത്യം പറഞ്ഞാൽ നമ്മൾ ഏകദേശം തീരാറായി. ഇനിയും ബോധം വന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ചിലതൊക്കെ അറിയണം മക്കളെ. കണ്ണും കാതും മൂക്കും ചെവിയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. യൂസ് ദാറ്റ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. യഥാർത്ഥത്തിൽ ഒരു മേസ്തിരിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മേസ്തിരി വിചാരിക്കും ഈ കെട്ടിടം മുഴുവൻ മേസ്തിരിയാണ് ഉണ്ടാക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ മേസ്തിരി എന്താ ചെയ്യുന്നത്? പണിയെടുക്കുന്ന സകല ആളുകളെ ഒന്ന് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല പണിക്കാരാണെങ്കിൽ അവരെ മാനേജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മനുഷ്യൻ്റെ ആകെയുള്ള റോൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നിലനിർത്തി പോരാൻ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ നന്ന് എന്നുള്ളത് മാത്രമാണ്. ഇതുവരെ കേട്ടത് ജൈവ വൈവിധ്യ സുസ്ഥിരതയ്ക്കായി സാമൂഹ്യ ശാക്തീകരണം, കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപിക ഡോക്ടർ വി റെജില നടത്തിയ പ്രഭാഷണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. അവതരണം വിനോദ് കിഴിയടത്ത്. ജയത്തിരന്തോ